മറ്റേ ടി പി രാമകൃഷ്ണൻ തോൽവിക്ക് ശേഷം സംസാരിക്കുന്നു. മാതൃഭൂമിന്റെ മൈക്ക് തത്തണമെന്ന് പറഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രതീക്ഷിച്ച വിജയം ഈ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചിട്ടില്ല. കേരളത്തിന്റെ കഴിഞ്ഞകാല അനുഭവങ്ങളെല്ലാമായി ബന്ധപ്പെട്ട് വലിയ വിജയമാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത്. എന്നാൽ ആ പ്രതീക്ഷിച്ച വിജയം ഉണ്ടായിട്ടില്ല. ഈ പ്രതികൂല സാഹചര്യത്തിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി വോട്ട് ചെയ്തിട്ടുള്ള ലക്ഷക്കണക്കിന് ജനങ്ങൾ കേരളത്തിലുണ്ട്. ആ ജനങ്ങളെയാകെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി ഞാൻ അഭിവാദ്യം ചെയ്യുന്നു. ഈ തോൽവിക്കുള്ള കാരണങ്ങൾ എന്താണ് എന്നുള്ളതിനെ കുറിച്ച് ഞങ്ങൾ വിശദമായി പരിശോധിക്കും. പരിശോധിച്ചതിന് ശേഷം തുടർ പ്രവർത്തന രീതികൾ ഞങ്ങൾ സ്വീകരിക്കുകയും തുടർന്ന് അങ്ങോട്ട് എന്ത് നിലപാട് സ്വീകരിക്കണം എന്നുള്ളത് വ്യക്തത വരുത്തി മുമ്പോട്ട് പോവുകയും ചെയ്തു. അതാണ് ഇപ്പൊ പറയാനുള്ളത്. ബാക്കി കാര്യങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് ഫലം എല്ലാം വിശകലനം ചെയ്തതിന് ശേഷം നമുക്ക് വീണ്ടും കാണാം. ഞങ്ങൾ പുറകോട്ടൊന്നും അല്ല, അതെ, അതാണല്ലോ എന്താണ് അതിന്റെ കാരണം എന്നുള്ളത് പരിശോധിക്കണമല്ലോ. ആ കാരണങ്ങൾ ഇപ്പോൾ പെട്ടെന്ന് പറയാൻ പറ്റുന്നതല്ല. വിശദമായി പരിശോധിച്ചതിന് ശേഷം നമ്മൾ ജനങ്ങളിലേക്ക് ചെന്ന് പരിശോധിക്കൽ തന്നെയാണ് പ്രശ്നം. അത് ഞങ്ങൾ നേരത്തെയുള്ള ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടന്നപ്പോഴും അത്തരം രീതിയാണ് സ്വീകരിച്ചത്. അതിൽ ഞങ്ങൾ പരമാവധി അത്തരം കാര്യങ്ങളെല്ലാം പരിഗണിച്ച് മുമ്പോട്ട് പോകാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ജനങ്ങൾ എതിരായി ഇപ്പോൾ വോട്ട് ചെയ്തിരിക്കുന്നു. ആ വോട്ട് എങ്ങനെ വന്നു, അതിന്റെ കാരണം എന്ത് എന്നുള്ളത് ഞങ്ങൾ ജനങ്ങളെ ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ പരിശോധിക്കും. എന്നിട്ട് എന്താണ് ജനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് അതിനനുസരിച്ച് ഞങ്ങളെ പ്രവർത്തന പരിപാടികൾ ആവിഷ്കരിച്ചു പോകും. ന്യൂനപക്ഷത്തിന്റെ ഏകീകരണം ഉണ്ട് എന്നുള്ളത് ഇപ്പൊ പറയാൻ പറ്റില്ല. ന്യൂനപക്ഷ ഏകീകരണത്തിന് വേണ്ടിയുള്ള വലിയ ശ്രമം കേരളത്തിൽ നടന്നിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. പക്ഷേ ന്യൂനപക്ഷ ഏകീകരണം നടന്നു എന്നുള്ളത് ഈ റിസൾട്ടിനെ മാത്രം ആശ്രയിച്ച് പറയാൻ കഴിയുന്നതല്ല. അതിന്റെ നാനാവശങ്ങളും പരിശോധിച്ചതിന് ശേഷം മാത്രമേ അത്തരം കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു അഭിപ്രായം പറയാൻ പറ്റുള്ളൂ. അല്ല, അതൊക്കെ പോയില്ലേന്ന്, അതൊക്കെ പോയില്ല. അതൊന്നും അത് അങ്ങനെ സംഭവമില്ലല്ലോ. അങ്ങനെ സംഭവം ഉണ്ടെങ്കിൽ എന്റെ അനൗൺസ്മെന്റ് അല്ലേ, അതിനുള്ള രേഖ ഇപ്പോഴും ഉണ്ട്. അതിപ്പോ തെരഞ്ഞെടുപ്പിൽ ഞാൻ തോറ്റു എന്നുള്ളത് കൊണ്ട് ആ യാഥാർത്ഥ്യം ഇല്ലാതാകുന്നില്ല. അപ്പൊ അതുകൊണ്ട് അതെല്ലാം നമുക്ക് ചർച്ച ചെയ്യാം. ഞാൻ വ്യക്തിപരമായിട്ട് അവിടുത്തെ പേരാമ്പ്ര അസംബ്ലി മണ്ഡലത്തിൽ ഇപ്പൊ ഒരു ജനപ്രതിനിധിയെ ജനങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ആ ജനപ്രതിക്ക് എല്ലാ പിന്തുണയും നൽകി ഞാൻ മുമ്പോട്ട് പോകുന്ന നിലപാട് സ്വീകരിക്കും. അതെ, അതെല്ലാം നമുക്ക് പരിശോധിച്ച ശേഷം പറയാം. അതങ്ങനെ ഇപ്പൊ പറയാൻ പറ്റില്ല. അത് നമുക്കൊരു കാര്യം ചെയ്യാം. അത്തരം വിഷയങ്ങളെല്ലാം പാർട്ടിക്കകത്ത് വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കി തീർച്ചയായിട്ടും നിങ്ങൾ വീണ്ടും കാണും. കണ്ട് നമുക്ക് ഈ കാര്യങ്ങളെ കുറിച്ചെല്ലാം സംസാരിക്കാം. നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇലക്ഷൻ ഘട്ടത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അതെല്ലാം ഞങ്ങളെ പരിശോധനയ്ക്ക് വിധേയമാക്കി തുടർ നിലപാടുകൾ ഞങ്ങൾ സ്വീകരിക്കും.